അത് ഇവിടം വരെ കേൾക്കും കേട്ടാ. അപ്പൊ എടാ എല്ലാവർക്കും ഓരോ വണ്ടി വെച്ചാൽ എടുത്തരാം. എനിക്ക് എല്ലാരും ലെറ്റ്സ് ഗോ. റൈഡ് വാ ഗൈസ്. എല്ലാരും പറ്റുന്ന പോലെ നിങ്ങൾക്ക്. എനിക്ക് കുറച്ച് എമൗണ്ട് അയച്ചു തന്നിട്ടുണ്ട്. അതും ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് വെച്ചാൽ ഞാനൊരു എമൗണ്ട് ആയിട്ട് അയച്ചോളാം. ബാക്കി എല്ലാവരും നിങ്ങളുടെ സൈഡിൽ ചെയ്യാൻ താല്പര്യമുള്ളവരെ ചെയ്തോ. ഓക്കെ, ഞാൻ ലിങ്ക് ഇവിടെ ഇട്ടിട്ടുണ്ട് ഗൈസ്, പിൻ ചെയ്യാം. അവൻ്റെ ജിപേ ഉള്ളൂ. അതിന് സൂപ്പർ ചാറ്റ് ഗൈസ്. അപ്പോൾ പറ്റുന്നൊരു സൂപ്പർ ചാറ്റ് ജിപേ ചെയ്താൽ മതി. ലെറ്റ്സ് ഗോ. ലാസ്റ്റ് ഞാൻ എൻ്റെ വക ഉള്ള ജിപേ ചെയ്യാം ഗൈസ്. ഓക്കെ, അവനാണ് സമാധാനമേ തോന്നില്ല. നാളെ വരെ നിങ്ങൾക്ക് എടുക്കാൻ കാർണേജ് കിണ്ടി കാർണേജ് അടുത്ത വേറെ വെളിയിൽ പോലെ ഒരുമിച്ച് വെളിയിൽ പോവാം കേട്ടോ. ആരും ഇൻഡിവിജ്വലി പോവല്ലേ. എല്ലാരും ബാക്ക് പോവാ. എല്ലാരും ഒരുമിച്ച് താങ്ക് യു സോ മച്ച് അണ്ണാ. താങ്ക് യു സോ മച്ച് ഫോർ ദി ജിപേ വെക്കാൻ പറ. എനിക്കൊരു ഹൈന കാർണേജ് ഇട്ടിട്ടുണ്ട്. എടുത്തെടുത്തോ. ഇതെങ്ങനെ നമുക്ക് സേവ് ആവോ? എങ്ങനെ സംഭവം? ഞാൻ മെസ്സേജ് കണ്ടിട്ടുണ്ട്. അല്ല എന്താ വെച്ചാ ഇനി തൊട്ട് ഓരോ ആൾക്കാരുടെ പേരിലാണോ വണ്ടി? അതോ ഹലോ ഇതെല്ലാരും ജിപേ ആണ് ചെയ്യാൻ പറ്റൂ. സൂപ്പർ ചാറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മള് 15K ജിപേ ചെയ്തിട്ടുണ്ട്. 15K. നമ്മള് 15K ജിപേ ചെയ്തിട്ടുണ്ട്. 15K. ഹലോ 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 ഇതൊന്നും പിൻ ചെയ്ത് വെക്കാനും പറ്റൂലടാ. പക്ഷെ അവന്റെ അടുത്ത് നിക്കാൻ പറ. ഞാൻ എല്ലാം വായിക്കാം. എല്ലാ സൂപ്പർ ചാറ്റും ഞാൻ ഇന്ന് വായിക്കും. ഇവിടെ ഇവര് കൂടി വന്ന് ജിപേ ബാലൻസ് വെക്കാൻ പറ. എന്തായാലും താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു സോ മച്ച്. ഇതെന്താ കൊറേ എല്ലാരും വെളി വന്നിട്ട് മുതുക്കുവാ. വെളി ഇറങ്ങിട്ട് അണ്ണൻ പോവാൻ പറഞ്ഞു. ജിപേ നമ്പർ അവന്റെ ജിപേ നമ്പർ എന്തോ ഒരുമിച്ച് പോയല്ലേ ഇവിടെ ഫ്രണ്ടിന്ന് സത്യം തോന്നുന്നു. കിളി പോയാട്ടാ. ലൈനിൽ നിന്നടാ. വാടാ ഒന്ന് ലൈനിൽ നിന്നടാ. എല്ലാരും ലൈൻ ഇടറാ. എല്ലാരും ലൈനില്ലേ ഏതായാലും വണ്ടി തിരിച്ച് കമത്തും. എല്ലാരും ഒരുമിച്ച് ഫോണടിക്കണം. This is Rebel Fam.
യു ഡിസർവ് സീരിയസ്ലി ഞാൻ പറയാ കറക്കണ ഇത് പറഞ്ഞ ഇത് ഹാൻഡ് ബ്രേക്ക് പിടിച്ച ഒരു ആക്സിലേറ്റർ കൊടുത്തേ. ഒരു മിനിറ്റ് guys. സത്യം പറഞ്ഞു കഴിഞ്ഞാ നാളെ എന്റെ വീട്ടിലെ കറണ്ട് കട്ട് ചെയ്യണ ഡേ ആണ്. ഞാൻ ചുമ്മാ പറയണല്ല, സീരിയസ് ആയിട്ട് പറയണ. ഇന്ന് രാത്രി ഞാൻ ലൈവ് ഇടാൻ വേണ്ടിട്ട് ഞാൻ ലൈക്ക് വരണതിന് മുമ്പേ അച്ഛൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു നാളെ കറണ്ട് കട്ട് ചെയ്യും, ഒന്നും കൂടെ ഉള്ളു എന്ന് പറഞ്ഞതേ ഉള്ളു. സീരിയസ് ആയിട്ട് ഞാൻ പിന്നെ എല്ലാരും ഡൗൺ ടൈം ആയോണ്ട് ആദ്യത്തും പറയണ്ട, എന്തിനു ചെയ്യാൻ അറിഞ്ഞൂടാതെ സത്യം പറഞ്ഞ എന്റെ കിളി പറഞ്ഞിരിക്കും. എനിക്ക് 2000 വെച്ചതുണ്ട്, ഞാൻ അയച്ചു കൊടുക്കാം, ഇപ്പൊ അയച്ചു കൊടുക്കാം. എനിക്ക് അറിഞ്ഞൂടാ കാര്യം സത്യം പറയല്ലേ, ഞാൻ ഒന്നും പറയണില്ല. പക്ഷെ മൊത്തത്തില് ഞാൻ ഡൗൺ ആയിട്ടിരിക്കുവായിരുന്നു, എന്തിനു ചെയ്യാ അറിഞ്ഞൂടാതെ ഞാൻ ഇരിക്കുവായിരുന്നു. നിങ്ങളെല്ലാരും സർ 2000 കൂടെ എനിക്ക് അയച്ചു തന്നെ, അതുകൂടി അയച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഗൗതം ബ്രോ അയച്ചു തന്നിട്ടുണ്ട്, അപ്പോൾ അതുകൂടി എനിക്ക് കൊടുക്കുക 1000. എടാ ഇത് കൊറേ പേരാണ്, കൊറേ പേര് എനിക്ക് അണ്ണാ താങ്ക് യു. അണ്ണ എന്തിനാ ഇത് രഞ്ജു ബ്രോ ഞാൻ എല്ലാവരും കൂടി ചേർത്താണ് അയച്ചത്. എന്നാലും ഇപ്പോൾ രണ്ടാമത് അയച്ചത്, ഇപ്പോൾ വീണ്ടും രഞ്ജു ബ്രോ വീണ്ടും അയച്ചതും കൂടി അയക്കാം. ആരെങ്കിലും അയക്കുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് അയക്കുക, അതാണ് നല്ലത്. ഇല്ലെങ്കിൽ സെപ്പറേറ്റ് അയക്കേണ്ടി വരും. എൻ്റെ കയ്യിൽ ഇപ്പോൾ 6 പിന്നെ 2-3 പേരൊക്കെ വീണ്ടും ഫണ്ട് അയക്കുന്നു. അപ്പോൾ എനിക്കത് സെപ്പറേറ്റ് ആയിട്ട് അയക്കുന്നത് ഇതായിരിക്കും. അപ്പം വീണ്ടും ഒരു 2200 റുപ്പീസ് 2-3 പേര് കൂടി അയച്ചത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാം കൂടി ചേർത്ത് ലൈക്ക് ലാസ്റ്റായിട്ട് ഒന്ന് അയച്ചിട്ട് നമുക്ക് ഇറങ്ങാം. മാർസൽ ബ്രോ ചെയ്തിട്ടുണ്ട്, രഞ്ജു ബ്രോ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരാളെ ഫോൺ പേയിൽ 1000 ചെയ്തിട്ടുണ്ട്. ആരായിരുന്നു? അനൂർ, അതെ നമ്മളെ എംപയർ ബ്രോ സെറ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഗൂഗിൾ പേയിലെ സ്നേഹം മാത്രം. രഞ്ജി ബ്രോ താങ്ക് യു ഫോർ ദ $6. ഞാൻ അതുകൂടി കൊടുക്കാം, അവന് കൊടുക്കാം. സിറ്റി കയറാടാ. വെയിറ്റ് എല്ലാവർക്കും കൂടി ഇതൊന്ന് ജീപ്പ് ചെയ്ത് കൊടുത്തോട്ടെ കൈസ്. എൻ്റെ കുറേ ജീപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നു, അതുകൂടി കൊണ്ടാ. ട്രോഫി പിണങ്ങിണ്ട എന്തിന്? എന്റെ ബാലൻസ് എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പോലും പറ്റത്തില്ല. ഹലോ അണ്ണ എന്തിനാ ഇത്? ഇതൊക്കെ നീ ഡിസർവ് ചെയ്തേണ്ട. ഇതിവിടെ ഉള്ള ഒരാൾ വരും പറയൂല നീ ഡിസർവ് ചെയ്യാത്തതാണെന്ന് പറയൂല. നീ അത്രയ്ക്കും ഡിസർവ് ചെയ്യുന്നുണ്ട്. നിന്റെ സിറ്റുവേഷനൊക്കെ എല്ലാവർക്കും അറിയാം. ലൈക്ക് നീ ഇതിന്റെ പിറകെ നീയും കുലാനും ഇവരൊക്കെ കുറെ മറൽസിലുള്ള പിള്ളേർ ഇവരൊക്കെ ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ലാതെ ഇത്രയും കഷ്ടപ്പെട്ടത് ആണ്. അപ്പോൾ അതുകൊണ്ട് നീ അത് ഡിസർവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഇത്രയും സപ്പോർട്ട് ചെയ്തത്. ഞാൻ എല്ലാവരും ചോദിച്ചിട്ടാണ് ഇത് ചെയ്തത്, ഞാനായിട്ട് ചെയ്തതല്ല. ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അത്രയും പേരെടുത്ത് ചോദിച്ചപ്പോൾ എല്ലാവരും ഒരേ മൈൻഡോട് കൂടി പറഞ്ഞൊരു കാര്യമാണ്, അതുകൊണ്ടാണ് ചെയ്തത്. ഒരു മിനിറ്റ് 60K ഒക്കെ ആയി അറിഞ്ഞ 59K സോറി 59. എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ പെട്ടെന്ന് ഇത് കണ്ട എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ വാട്സപ്പിൽ അണ്ണൻ അയച്ചു തന്നിട്ടുണ്ട്. ഈ മാസം എനിക്ക് ലൈക്ക് വന്നതാ. ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ ലൈവ് ഇടുന്നതിന് തൊട്ട് മുമ്പേ ഞാൻ വന്നപ്പോഴും അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞ ഇതാ. എനിക്ക് എന്തിനു ചെയ്യണമെന്ന് തന്നെ അറിഞ്ഞൂടായിരുന്നു അണ്ണ, സത്യം പറയല്ലേ.
എല്ലാരും അവസ്ഥ എന്തുമാത്രം ഉണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു സത്യം പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് എന്തിനു ചെയ്യൂന്ന് പറഞ്ഞ് ഒട്ടും പ്രതീക്ഷിച്ച ഇതിന് വേണ്ടിട്ട് ഒന്നും അല്ല ഞാൻ ലൈക്ക് മനസ്സിലായി. ഞാൻ എല്ലാ വർഷവും ലൈക്ക് എന്തിനു പറയണ, എനിക്ക് കരച്ചില് വരണ. ഇപ്പൊ ഹാപ്പി ആയില്ലേ? അപ്പൊ കൊറേ മെസ്സേജ് ഇങ്ങനെ അയച്ചു വന്നോണ്ടിരിക്കണ ഇത്. താങ്ക് യു സോ മച്ച് ഗൈസ്. ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം സെറ്റ് ആക്കാടാ, സിറ്റി കയറി സെറ്റ് ആക്കാം. അതൊക്കെ നമുക്ക് അവൻ എന്തിനാ, അതൊക്കെ അവന്റെ സ്ഥിരമുള്ള സിറ്റി കയറി സെറ്റ് ആക്കാം. ഞാൻ മൊത്തത്തില് സത്യം പറയാ ഡൗൺ ആയിട്ടിരിക്കുകയാണ് ഗൈസ്. സത്യം പറയാ നിങ്ങള് ഈ ഇപ്പൊ ചെയ്ത് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കൂല. കാരണം ഞാൻ അത്രത്തോളം ഡൗൺ ആയിട്ടിരിക്കുകയായിരുന്നു ബ്രോ. അണ്ണ ലവ് യു അണ്ണ. എനിക്കൊന്നും പറയില്ല അണ്ണ, സത്യേറ്റ് തീർന്നിട്ടില്ല അത് പറയാ. അണ്ണ വെയിറ്റ്, ഒരു കാര്യം കൂടെ ഉണ്ട്. വെയിറ്റ് ഇതോടി നിനക്കുള്ളതാണ്. ഇതിപ്പോ നിനക്ക് വേണ്ടിയിട്ട് എൻ്റെ ഓരോരുത്തർ തന്നതാണ്. അയ്യോ രായ, എൻ്റെ ഒരു ലിമിറ്റ് ആയിപ്പോയി രായ. കുറച്ച് അതിന് അയച്ചുതരാം. സാരി എന്റെ വീട്ടിൽ അയക്കല്ലേ എല്ലാരും. എന്തെങ്കിലും അയക്കുന്നുണ്ടെങ്കിൽ അവന്റെ തന്നെ അയക്കണം. എന്റെ ജിപേ ലിമിറ്റ് ആയിപ്പോയി. എന്നാ ജിപേയിൽ ഇതും കൂടി ഞാൻ കൊടുക്കാം. അവനെ ഞാൻ കൊടുക്കാം, ഞാൻ മറക്കത്തില്ല. എന്റെ ഇന്നിപ്പോ ജിപേ ലിമിറ്റ് ആയിപ്പോയി, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നാളെ കൊടുക്കാം. അപ്പം താങ്ക് യു സോ മച്ച് ഗൈസ്, താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാരും ഈ ഒരു പരിപാടിക്ക്, നമ്മൾ ഈ പ്ലാൻ ചെയ്ത സംഭവം നിങ്ങളെല്ലാരും കൂടെ നിന്നതിന്, എടാ ഒന്ന് പിൻ ചെയ്ത് തരാം. എന്റെ ജിപേയുടെ നമ്പർ കുറെ പേര് എന്റെ അടുത്ത് ഒന്ന് ചോദിക്കുന്നുണ്ട്, പിൻ ചെയ്തു. കുറെ പേര് എന്നെ സോറി എല്ലാവരും ഗൈസ് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും എൻ്റെ കൂടെ ഈ ഒരു കാര്യത്തിന് ഫുൾ സപ്പോർട്ട് ചെയ്ത് നിന്നതിന്. ലൈക്ക് അവനത് ഒരുപാട് ഡിസർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് നിങ്ങളെല്ലാവരും കൂടെ നിന്നുകൊണ്ട് തന്നെ അവനിപ്പോൾ ഒരു ഭയങ്കര ഹെൽപ്പാകുന്നൊരു കാര്യം നടന്നു. മീൻസ് അലോട്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്, താങ്ക് യു സോ മച്ച്. സിറ്റി കയറാം ഗൈസ്. അപ്പൊ നമുക്ക് സിറ്റി കയറാം. ഓക്കെ രായ വാ, എന്നിട്ട് അമ്മ സിറ്റിയിൽ വണ്ടി വാസുണ്ട് കുറച്ച് മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല അണ്ണ. ഞാൻ പറയട്ടെ ലൈവില്. നീ ലൈവില് പറയാൻ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ പറഞ്ഞോ. നിനക്ക് നീ ഓൾറെഡി ഈകളുടെ അടുത്ത് പറഞ്ഞായിരുന്നാ? ഞാൻ പറഞ്ഞു ഓൾറെഡി ഇന്നലെ. ഗൈസ് ഞാൻ സത്യം പറഞ്ഞു ഞാൻ സർക്കന്റെ അടുത്താണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇവരെ പരിപാടി കഴിഞ്ഞിട്ട് എന്റെ സിറ്റുവേഷൻ അത്രയ്ക്ക് ശോകമാണ്. അത് അണ്ണന് നല്ലപോലെ അറിയാം. ഞാൻ ഇപ്പൊ എനിക്ക് ഒരു സെക്കൻഡ് എടാ ജൂനിയർ എസ്ആർ ബ്രോ താങ്ക് യു ഫോർ ദ 2000. ഇതുകൂടി കൊടുക്കാമല്ലോ അല്ലേ? ഞാൻ കൊടുക്കാം എല്ലാം കൊടുക്കാം. അത്രയ്ക്ക് ഭയങ്കര ശോകമാണ്. അപ്പൊ സത്യം പറഞ്ഞു ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ വീട്ടിലും ഭയങ്കര പ്രഷറാണ്. കാരണം അവര് നോക്കുമ്പോ ഡെയിലി രാവിലെ മുതൽ രാത്രി വരെ ഇതിന്റെ അകത്ത് തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഒരു സമയത്ത് കിട്ടിക്കൊണ്ടുവന്ന സമയത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു വർഷമായിട്ട് എനിക്ക് ലൈക്ക് ഞാൻ ഒന്നും ചെയ്തതുമില്ല. ലൈക്ക് അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിലായിരുന്നാലും കറണ്ട് ബില്ലും മറ്റു കാര്യങ്ങളും ആ സമയത്ത് സർക്കണ്ണും ഇവര് എല്ലാവരും ഉള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞ കുറെ മാസത്തേക്ക് അടച്ചു പോയത്. മൊത്തത്തിൽ വീട്ടിൽ പറഞ്ഞു ഇനി നീ നിർത്ത്, ഇതിന്റെ പിറകിൽ ഇരിക്കണ്ട എന്ന് മൊത്തത്തിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു 2 മാസം വെച്ചാ അല്ലെങ്കിൽ 3 മാസം വെച്ചാ ശരിയാവും എന്ന് പറഞ്ഞു ഇപ്പൊ ഒരു വർഷം വരെ അടുപ്പിച്ചായി. മൊത്തത്തിൽ മൈൻഡ് ഡൗൺ ആയി. ലോക്കോ പോയതിനു ശേഷം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടൈം എടുത്തിട്ടാണ് ഞാൻ ലോക്കോയിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരുന്നതും കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് അതിന്റെയും ഫണ്ട് ഒന്നും വരാതായപ്പോ മൊത്തത്തിൽ ഞാൻ ഡൗൺ ആയി. അതുകൊണ്ട് പിന്നെ എനിക്ക് സ്ട്രീം ചെയ്യാനേ ഒരു മൈൻഡ് ഇല്ലാതായി. പിന്നെ പക്ഷെ ഞാൻ സിറ്റി കയറും, കാരണം എനിക്ക് അത്ര കമ്മിറ്റ്മെന്റ് ടി വി എടുത്തുണ്ട്. കാരണം ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ഇവരെല്ലാരും കൂടി ഉള്ളതുകൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതില് സർക്കാരിന് ഞാൻ എന്തെങ്കിലും എനിക്ക് പെട്ടെന്ന് എന്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ അത് പറഞ്ഞതാണ്. വേറെ അടുത്ത് എനിക്ക് പെട്ടെന്ന് പോയി പറയാനോ അല്ലെങ്കിൽ ഒരു ഇത് പോലെ പറയാൻ പറ്റില്ല. ഇപ്പൊ പോലും എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ പോലും ഞാൻ പറഞ്ഞു. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും ഡൗൺ ടൈം ആയതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എന്തിനു ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ എന്നിട്ട് എല്ലാവർക്കും ഒരു ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീട്ടില് എന്നെ ഭയങ്കര ഇതിൽ പ്രഷറുണ്ട് ഇതേപോലെ ജോലിക്ക് പോകാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ചെയ്തോ, എന്താന്ന് വെച്ചാൽ നോക്കിക്കോന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അന്നിട്ട് തന്നെ പറഞ്ഞു. അണ്ണ അപ്പോഴും പറയടാ വേട്ട നീ ഒന്ന് നോക്ക്,
നോക്കിയിട്ട് നീ നീ ലൈക്ക് ഇതേപോലെ ഉണ്ടല്ലേ നീ ഒന്നും കൂടി നോക്ക്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അണ്ണ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞാൻ എന്റെ മൈൻഡ് വെച്ചാൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എല്ലാരും ഡൗൺ ടൈമിൽ ഞാൻ നിന്ന് എല്ലാരും കൂടി ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചിട്ട് എന്നാ പിന്നെ പോവാ എന്നുള്ള രീതിയിൽ ഓൾറെഡി ഞാൻ അന്റെ അടുത്ത് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് പറഞ്ഞു. ഇന്നലെ വാസോന്റെ അടുത്ത് എനിക്ക് ഒട്ടും പറ്റിയില്ല കാര്യം. സത്യം പറഞ്ഞാൽ എനിക്ക് ഡെയിലി ഒരുമാതിരി ശോകമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബില്ല് അടക്കേണ്ട നവംബറിലത്തെ ബില്ലാണ്. ഇപ്പൊ ഡിസംബർ ആയി, മനസ്സിലായി. അപ്പൊ നാളെ കറണ്ട് കട്ട് ചെയ്യും, വീട്ടിൽ കട്ടിയിട്ട് പോകും. അപ്പൊ ഡെയിലി വന്ന് അച്ഛൻ വന്ന് ഇങ്ങനെ ചോദിക്കാം പൈസയുടെ കേസൊക്കെ. മൊത്തത്തിൽ ഞാൻ ഇനി എന്തിനു ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഞാൻ എന്നിട്ട് ഇന്നലെ വാസോണ്ട് മെസ്സേജ് അയച്ചണ്ണ, ഞാൻ എനിക്ക് കുറച്ച് ഇതെടുക്കുവാണ്, എന്നാ ജോലിക്ക് പോവാണ്, ഇനി എന്തായാലും ഇത് കാണത്തില്ല, എനിക്ക് പകരമായിട്ട് പുതിയ റിക്രൂട്ട്മെന്റ് ഒക്കെ എടുത്തു അണ്ണ, ഇതൊക്കെ പറഞ്ഞ് ഇന്നലെ മെസ്സേജ് അയച്ചു അണ്ണന്. എനിക്ക് ഒട്ടും പറ്റില്ല, എനിക്ക് അങ്ങനെ ഇറങ്ങണമെന്നൊന്നും ഇല്ല കൈസ്. പക്ഷെ അത്രയ്ക്ക് സിറ്റുവേഷൻ ഭയങ്കര ബാഡായി. അത് ഞാൻ ലൈക്ക് പുറമേ ഞാൻ ലൈക്ക് ചുമ്മാ ചിരിച്ച് കളിച്ചിരിക്കണെങ്കിലും കുറെ കാര്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡൗൺ ആണ്. അപ്പോ അതാണ് ലൈവ് ആയിരുന്നാലും ഞാൻ നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൂടി കരയിപ്പിക്കല്ലേ, അയ്യോ ചുമ്മാ ഇരുടാ. പിന്നെ നീ ഇത് കരയാതില്ലടാ ഡേയ്, അയ്യേ രായ അല്ല ആ ഡേ ചുമ്മാരി. ഒന്നുമില്ല അണ്ണാ, ഒന്നുമില്ല. പെട്ടെന്ന് പറടാ ബാബു. ഇല്ല, ബാത്റൂമിൽ ഇരിക്കാനും സമ്മതിക്കൂല ഈ പട്ടി, അതുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നെണ്ണ. വിഷമം വന്നിട്ടാണ് എന്റെ കഥ കേട്ട് മൈര എന്നെ കൂടെ കരയിപ്പിക്കുന്നു. ഓൾറെഡി പറഞ്ഞതാണ് എന്തായാലും. അയ്യോ അളിയാ ചിൽ രായടേ, കരയല്ലേ, നമ്മളെല്ലാരും ഉണ്ടല്ലോടേ, എന്തെങ്കിലൊക്കെ ചെയ്യാൻ താങ്ക് യു സോ മച്ച് ഗൈസ്. സത്യം പറഞ്ഞ അല്ലടാ അവൻ നിന്റെ അടുത്ത് പറയാ ബാബു ഓൾറെഡി അവൻ ഇങ്ങനെ നിർത്തുന്നുള്ള രീതി പറഞ്ഞിട്ടൊക്കെയാണ്. അപ്പൊ അവന് ഇന്ന് മനസ്സിലായില്ലേ എല്ലാം കൂടി ആയപ്പോ അവന് ഈ സന്തോഷത്തിൽ അവന്റെ ഈ ഒരു വിഷവും പറയാനായിട്ട് മനസ്സിലായില്ലേ, അവൻ അങ്ങനെ പറഞ്ഞതാണ്. അന്ന് അത് കണ്ടില്ല, വാസണ്ണ കണ്ടില്ല സംഭവം അവിടെ ഇതായോണ്ടെന്ന്. ഇല്ലെങ്കിൽ എന്നെ വിളിച്ച് കൊറേ പറഞ്ഞേ. സർക്കാർ ഇതേപോലെ പറഞ്ഞിടാ, ഇതേപോലെ ലാസ്റ്റ് ഞാൻ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് പോയിട്ട് അണ്ണനും പറഞ്ഞു ഇതേപോലെ ഇതൊന്നും എടുക്കണ്ട, ഇനി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും. പക്ഷെ എനിക്ക് വേറെ കുറച്ച് കാര്യം കൂടി ഉള്ളതുകൊണ്ടാണ് മൊത്തത്തിൽ ആലോചിച്ച് വട്ടായത്. അത് ഞാൻ ഇപ്പൊ ലൈവിൽ പറയില്ല. അത് പറയണ്ട. എന്തായാലും താങ്ക് യു സോ മച്ച്. ഞാൻ ഇന്ന് ഇവിടെ ഈ ഒരു ഇതിൽ നിൽക്കണമെങ്കിൽ നിങ്ങൾ എല്ലാരും ഉണ്ടായിട്ടാണ്. പിന്നെ എനിക്ക് ഇനി എത്ര നന്ദി പറഞ്ഞാലും ഇതാകത്തില്ല. എനിക്ക് എന്തിനു പറയാൻ ബാബു, കാരണം അത്രയ്ക്ക് ഒരു ഡൗൺ ടൈമിൽ നിൽക്കുമ്പോഴാണ് മനസ്സിലായ, നമ്മളൊട്ടും പ്രതീക്ഷിക്കത്തില്ല. അത് വലിയ കാര്യമാണ് സത്യം പറയല്ലോ. ഇന്ന് എനിക്ക് 1 രൂപയെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ ലൈഫിൽ ഭയങ്കര ഇമ്പാക്ട് ചെയ്യും സത്യം പറയാല്ലേ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. എനിക്ക് അത്ര പറയാനുള്ളൂ. ഇനി ഇതാവണ്ട, ഷോകാവണ്ട. ഇനി വേറെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വെറുതെ ഓവറായിട്ട് ഇതായി പോകും, കുറച്ചുകൂടി ഓവറായിട്ട് ഇമേജിലാവും. ബാ സിറ്റി കയറാം, ഇനി സിറ്റി കയറാം. സെറ്റ് ഇത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഷാനു തോമസ് ബ്രോ, ലവ് യു ഗൈസ് എന്ന് പറഞ്ഞിട്ട് 30 euro. താങ്ക് യു സോ മച്ച് ഷാനു തോമസ് ബ്രോ. അതേപോലെ വെനം ഇറ്റ്സ് ലവിങ് റബൽ ഫാം എന്ന് പറഞ്ഞിട്ട് താങ്ക് യു ഫോർ 200 ബ്രോ. താങ്ക് യു സോ മച്ച്. അത്രേ ഉള്ളൂ. ബാ ഇനി സിറ്റി കയറാം. സിറ്റി കയറിയുമ്പോൾ സെറ്റ് ആക്കാം. ബാ താങ്ക് യു സോ മച്ച്.